നമസ്കാരം. ഭാരതകേസരി മന്നത്ത് പത്മനാഭന് രാജ്യതലസ്ഥാനത്തൊരു സ്മാരകം ഉയരുകയാണ്. ദ്വാരക സെക്ടർ 11 എന്ന പ്രദേശത്താണ്. അവിടുത്തെ ഒരു മന്നം സെൻ്ററുണ്ട്. അവിടെയാണ് ഈ സ്മാരകം വരുന്നത്, സ്മാരകശില വരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഈ ശിലാസ്ഥാപനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ ഒരു സ്മാരകം ഡൽഹിയിലൂടെ ഉയരുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ പോകുന്നത് കേരളത്തിലെ NSSനെയാണ്. നായർ സംഹാര സമിതി എന്ന് വിമർശകർ വിളിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി, അതിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും ഈ പ്രതിമ വല്ലാതെ വേട്ടയാടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ മന്നം സമാധിയാകട്ടെ, NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനവുമാകട്ടെ, സുകുമാരൻ നായരുടെ ഏകാധിപത്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു നീക്കം NSS ഡൽഹിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ആ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ സുകുമാരൻ നായരുടെ കീഴിലാണോ എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായി അല്ല എന്നും ആണെന്നും പറയേണ്ടി വരും. കാരണം അതിൻ്റെ ബൈലോകളെല്ലാം അത്രത്തോളം സങ്കീർണമാണ്. എന്നാൽ സുകുമാരൻ നായർക്ക് നേരിട്ട് യാതൊരു തരത്തിലുള്ള സ്വാധീനം അവരുടെ മേൽ ചെലുത്തുവാനോ അധികാരം ഉപയോഗിക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കേരളത്തിലേക്ക് അടുപ്പിക്കാതെ, വലിയ പ്രാമുഖ്യമൊന്നും കൊടുക്കാതെ, നായർ സർവീസ് സൊസൈറ്റി എന്നാൽ ഞാൻ മാത്രമാണ് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരൻ നായർ. ഇപ്പോൾ ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തോടു കൂടി അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഈ NSSൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തൻ്റെ കുടുംബ സ്വത്താണ് എന്നുള്ള രീതിയിലാണ് NSSനെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ അമർഷവും എതിർപ്പുമുള്ള പലരും ഈ ഡൽഹി സംഘടനയോടൊപ്പം ചേരുകയും ഡൽഹി NSSനോടൊപ്പം ചേരുകയും അവർ ക്രിയാത്മകമായിട്ടുള്ള പല കാര്യപരിപാടികളും സമൂഹത്തിന് വേണ്ടി, സ്വന്തം സമൂഹത്തിന് വേണ്ടി, ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ ഇത്തരത്തിൽ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുമ്പോൾ സുകുമാരൻ നായർക്ക് എതിർക്കുവാൻ സാധിക്കില്ല. മന്നത്ത് പത്മനാഭൻ സുകുമാരൻ നായരുടെ കുടുംബ സ്വത്താണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാവര ജംഗമ വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെ. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ ഈ NSS എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള മന്നത്ത് പത്മനാഭനെ പോലുള്ളവരെ ഇയാൾ കൈവിടുമോ? ഇല്ല എന്നാണ് വിമർശകർ പറയുന്നത്. പക്ഷേ നിയമപരമായി സുകുമാരൻ നായർക്ക് ഇതിലൊന്നും ചെയ്യുവാനും സാധിക്കില്ല. ഈ പ്രതിമ സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ സുകുമാരൻ നായരെ എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, അദ്ദേഹത്തെ ഈ ചടങ്ങിൽ ക്ഷണിച്ചിട്ടുമില്ല കേട്ടോ. ക്ഷണിക്കില്ലല്ലോ. കാരണം ശത്രുവിനെ ഇത്തരത്തിലൊരു ശത്രുക്കളാണ് ഇവർ തമ്മിൽ. വല്ലാത്തൊരു ശത്രുത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഡൽഹി ഘടകവും കേരള ഘടകവും തമ്മിൽ. കേരള ഘടകത്തിൻ്റെ മന്നം സമാധിയുടെ ഗേറ്റ് കീപ്പറായിട്ടുള്ള, വാച്ച്മാനായിട്ടുള്ള സുകുമാരൻ നായർ ഈ പ്രതിമ ഡൽഹിയിൽ ഉയരുന്നതോടുകൂടി ഒരല്പം കൂടുതൽ അങ്കലാപ്പിലാകും എന്നും കൂടി അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ആലോചിച്ച് നോക്കൂ. ഇന്ന് മന്നം സെൻട്രലിൽ ഈ ഒരു പ്രതിമ ഉയരുന്നു. നാളെ മറ്റേതെങ്കിലും തരത്തിൽ NSSനൊരു ബദൽ സംവിധാനം കേരളത്തിൽ വരികയാണ്. അത് സംബന്ധിച്ച് നിരവധി ആശയങ്ങൾ ആ സംഘടനയുടെ പ്രവർത്തകർ ഞങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അവരത് പുറത്തുവിടാമെന്ന് പറയുന്ന തരുണത്തിൽ ഞങ്ങളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. ഈ NSSനൊരു ബദൽ അല്ലെങ്കിൽ ഒരു സമാന്തര NSS കേരളത്തിൽ വരിക എന്നുള്ളത് നായർ സമുദായത്തിൻ്റെ മാത്രമല്ല, ഹിന്ദു സമുദായത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്, അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ സാമൂഹ്യ നീക്കവുമായിരിക്കും അത് എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്, ഹിന്ദു സമൂഹത്തിനുമുണ്ട്. അതിൻ്റെ കാരണം സുകുമാരൻ നായരുടെ, വീണ്ടും പറയുകയാണ്, സുകുമാരൻ നായരുടെ പ്രവർത്തികൾ തന്നെയാണ്. ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് വലിയ താമസമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമാശയായിട്ട് പറയുന്നത് പോലെ സുകുമാരൻ നായർ പെരുന്നയിലെ മന്നം സമാധിയുടെ ഗേറ്റിൻ്റെ കാവൽക്കാരനായി മാത്രം അവിടെ അവശേഷിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും കാര്യങ്ങൾ എങ്ങോട്ട് പോയാലും കൃത്യമായി തത്വമയി ന്യൂസും ആ കാര്യങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. യഥാസമയം വിശകലനങ്ങളും വാർത്തകളുമായി തത്വമയി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.